ഹായ് ഹലോ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. സജി ഋഷി ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്വിക്ക് വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഷോപ്പിങ്ങിന് വെച്ച് പോവാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന ഒരു മേക്കപ്പാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിവേ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും പോയി ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും നോക്കണം. അപ്പോഴേ എനിക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് സജി ഋഷി ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. ചാനലിൽ ഇനിയിപ്പോൾ അടുത്തടുത്ത വീഡിയോസ് ചെയ്യാന്നുള്ളൊരു അപ്പോൾ എന്തായാലും ഈ വീഡിയോ തൊട്ടാണ് സ്റ്റാർട്ടിങ് വീഡിയോ എന്ന് വെച്ചാൽ മതി. പിന്നെ ഏട്ടന് കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ശേഷം ഞങ്ങൾ അടുത്തടുത്ത വീഡിയോസ് രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. സോ അതിന് ഞാൻ കുറച്ച് വെയിറ്റിങ്ങിലാണ്. സോ എനിവേ കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. ദെൻ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം വന്നിട്ട് ഹെയറിന്ന് ഞാൻ ക്ലിപ്പ് ഇടട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫുള്ളും ഹെയറിലേക്ക് ആവും. അപ്പോൾ എനിവേ നമ്മൾ ആദ്യം ഒന്ന് ഹെയർ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ ആദ്യം യൂസ് ചെയ്യാൻ പോണ ക്രീം ഡൗ ക്രീമാണ് മോയ്സ്ചറൈസറിൻ്റെ. എൻ്റെ സ്കിന്നിന് ഇതാണ് സൂട്ടബിൾ ആയിട്ടുള്ള ക്രീം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രസ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഏതൊരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നെക്കിൽ തൊട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മളങ്ങനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ അടുത്ത പ്രോഡക്റ്റ് സൺസ്ക്രീമാണ് യൂസ് ചെയ്യണത്. സൺസ്ക്രീനിൽ യുവനി എന്ന ക്രീമാണ് കേട്ടോ. ഇതെനിക്ക് ഡോക്ടർ സജഷൻ ചെയ്താണ്. സോ നിങ്ങളുടെ സ്കിൻ ടോണിൽ എങ്ങനെയാ വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. എനിക്ക് ഡോക്ടർ ഇതാണ് തന്നത്, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ ക്രീം. നിങ്ങളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നെക്കിൽ മാത്രം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഹാൻഡിൽ മൊത്തം യൂസ് ചെയ്താലും നല്ലത് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കൈ ഹാഫ് കൈയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചുരിദാറോ വേറെ ഡ്രസ്സിങ്സ് ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ക്രീമിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ഒരു വേറെ ഒന്നും ക്രീമുകളൊന്നും അധികം ആവശ്യമൊന്നുമില്ല. ഇതന്നെ ഒരു ഭയങ്കര ലുക്കിലാണ് കാണിക്കുക. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്രീം. പിന്നെ അങ്ങനെ സൺസ്ക്രീം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് നെയിം വന്നിട്ട് പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ വേറൊരു ക്രീമാണ്. അപ്പം ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രീംസിൻ്റെ ഇതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നിങ്ങൾ ക്രീം ഇടുമ്പോൾ ഹാൻഡിൽ തന്നെ ഇട്ടാൽ മതി. ചിലവർ ബ്രഷ് കൊണ്ട് ഇടുന്നവർ ഇട്ടോളൂ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വാഷ് ചെയ്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ബ്ലെൻഡർ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഐബ്രോസ് കേട്ടോ. ഐബ്രോസിൽ ചിലവർ ഈ ബ്രൗൺ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്ററാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഇതൊന്ന് കൊടുക്കും. കൂടുതൽ ഇങ്ങനെ ഐബ്രോസ് വരയ്ക്കണമെന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. ലൈറ്റായിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഐഷാഡ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യില്ല. അപ്പം ഞാനിതൊരു ലിപ് ബാം ഉണ്ട് കേട്ടോ. അതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, എനിക്ക് കണ്ണിൻ്റെ മുകളിൽ ഇടുമ്പോൾ കുറച്ചൊരു നല്ല ലുക്ക് പോലെ കേട്ടോ. ഒരു ഓയിലിംഗ് ആയിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് ലിപ്പിലും ഇടാം. ഞാനിത് വന്നിട്ട് കുറച്ച് ഐഷാഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ജസ്റ്റ് ഒരു ലുക്കിന്. നിങ്ങൾക്ക് എങ്ങനെയാ ഡ്രസ്സിങ്സിന് മാച്ചോ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഫേസിന് എന്തൊക്കെയാണ് സൂട്ടബിൾ അതനുസരിച്ചിട്ടാണ് മേക്കപ്പ് ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. പിന്നെ അടുത്ത ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഒരുപാട് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഒരുപാട് ഡാർക്ക് യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു ഷൂട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ കുറച്ച്
റെഡ് പിന്നെ പിങ്ക് നമ്മൾ ഡ്രസ്സിങ്സിന് എന്താ വെച്ചാൽ അതനുസരിച്ച്. ഇതിൽ വന്നിട്ട് ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഷുഗർ. ഇപ്പോൾ ക്രയോണിൽ വന്നിട്ട് ഞാൻ ഈ ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്രയോണിൽ ഒരു ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഒന്ന് ലിപ് ബാം ഇടാം കേട്ടോ, കുറച്ചും കൂടെ ഒരു പിന്നെ വാട്ടർ പ്രൂഫാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എനിക്കെന്താ അറിയില്ല, ക്രയോൺ ഇപ്പോൾ ഞാൻ ഒരു 1 മന്തായി യൂസ് ചെയ്തപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതും വാട്ടർ പ്രൂഫ് തന്നെയാണ്, പെട്ടെന്നൊന്നും ഇതായി പോവില്ല. പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ലിപ് ലൈനർ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഞാൻ ചെറുതായിട്ട് അതില്ല, എപ്പോഴും ലിപ്സ്റ്റിക്ക് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലിപ് ലൈനർ കുറച്ച് ഡാർക്ക്ലി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് കാണിക്കും കേട്ടോ ലിപ്പേ. അപ്പോൾ അത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് മിറർ ശരിയല്ല. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ വെച്ചാൽ കുറച്ച് മിറർ നല്ലത് വാങ്ങിക്കണം. അപ്പം ഞാൻ യൂസ് ചെയ്യണ മിററിൽ എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറച്ച് അറിയില്ല. എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ കാജലിടാം. പിന്നെ എനിക്ക് ഐലൈനർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കാജൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. കാജൽ ഇടുമ്പോൾ തന്നെ എൻ്റെ ഐസ് കുറച്ച് എനിക്ക് തോന്നുകയാണ് കുറച്ചും കൂടി ഒരു ഭംഗിയിൽ തോന്നും. എനിക്കല്ല, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. സോ എനിവേ എനിക്ക് കുറച്ചും കൂടി അത് ഒരു ഇഷ്ടമാണ്, കാജലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് യൂസ് ചെയ്യണത്. സോ ഇതിൻ്റെ നെയിമൊന്നും ഇല്ല കേട്ടോ, ഒന്നും എല്ലാം കുറേ ദിവസമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് അറിയില്ല ഏതാ എന്താണ്. നമ്മളെന്തായാലും എന്ത് മേക്കപ്പ് ചെയ്താലും കുറച്ച് ഐസിൽ ഈ കാജൽ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് വേറെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താലും ശരി കാജലും ലിപ്സ്റ്റിക്ക് മാത്രം മതി എനിക്ക്. കാജലിടുമ്പോൾ തന്നെ ഒരു ഭംഗിയായിട്ടുള്ള പോലെ ഉണ്ടാവും ഫേസ് കാണാൻ. ഡാർക്ക് കളറിൽ നമ്മൾ മസ്കാരയാണ് അടുത്തത് യൂസ് ചെയ്യണത്. അപ്പോൾ കാജലിട്ടല്ലേ, ഇനിയിപ്പോൾ അടുത്തത് മസ്കാര ഡാർക്ക് കളറിൽ. ഇതാണ് അതിൻ്റെ പ്രോഡക്റ്റ്. മസ്കാര ഇടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു കണ്ണിൻ്റെ ഒരു ലുക്ക്, പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു ലുക്കാവും നമ്മൾ. ഇതിൻ്റെ തന്നെയാണ് ഐലൈനറൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഷോപ്പിൽ നിന്ന്. മസ്കാരയും പിന്നെ ഐലൈനർ പിന്നെ എന്തൊക്കെ 1-2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സെയിം പ്രോഡക്റ്റ് നെയിമിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. താഴെയും കൂടെ ഇതിൽ വെച്ചിട്ട് ഞാൻ കുറച്ചൊരു ലുക്കിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താ വെച്ചാൽ കോമ്പാക്റ്റ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഫിനിഷ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ നെയിം ഡാസ്ലർ തന്നെയാണ്. ഇതും സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കുറച്ച് ഞാനൊരു ഇതിലായിട്ട് വാങ്ങിച്ചാണ്. സെയിം കമ്പനി പ്രോഡക്റ്റ് തന്നെയാണ്. കൂടുതൽ ഒരു നെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അതന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് ഇതൊക്കെ നല്ല സൂട്ടബിളാണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല സൂട്ടബിളായിരിക്കും. അതുകൊണ്ട് ശരിക്കും ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ പോലും ഞാൻ ഇത്ര ലുക്കിലൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു കാജലിടും, പിന്നെ ലിപ്സ്റ്റിക്ക്, മസ്കാര, ഇത് മാത്രമായിരിക്കും യൂസ് ചെയ്യണതേ. പിന്നെ നമുക്കിപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. പിന്നെ കോമ്പാക്റ്റ് കൂടുതലായിട്ട് റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പൗഡർ യൂസ് ചെയ്യണത് ഏറ്റവും വലിയൊരു തന്നെയാണ്. നമുക്ക് ഉള്ള സ്കിൻ ടോണിനെക്കാളും പിന്നെ ഡാർക്ക് ആവേണ്ട വരും. കൂടുതൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, വല്ലപ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ മൊത്തം നമ്മളിപ്പോൾ സ്റ്റിക്കർ പൊട്ടൊക്കെ വെച്ച് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എനിവേ ഞാൻ ഇപ്പോൾ ഒന്ന് കോസ്റ്റ്യൂം ഒന്ന് ഇട്ടിട്ട് വരാം. ഇടാൻ പോണത് ഫ്രോക്കാണ്. അപ്പം ഒന്ന് ഹെയർ സ്റ്റൈലും കൂടി ഒന്ന്
കെട്ടിയിട്ട് വരിക. അത് ഫ്രോക്കിന് നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ സ്റ്റൈല് ഫോണി ടൈപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നന്നായിരിക്കും. സോ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമ്മളൊരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ട് ഹെയർ സ്റ്റൈൽ വിരിച്ചിട്ടാലും നന്നായിരിക്കും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വീട്ടൊന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇതാണ് എൻ്റെ ഫ്രോക്ക്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷോപ്പിലേക്ക് ഇട്ടിട്ട് പോകാനുള്ള ഫ്രോക്ക്. സോ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ അപ്പം അങ്ങനെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ ഒന്ന് ഹെയർ സ്റ്റൈലിന്ന് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി ഇപ്പോൾ ഈ സ്റ്റൈലാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. എനിവേ ഇനിയൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.